മെഡിക്കൽ കോളേജിൽ ചികിത്സക്കിരിക്കെ മരിച്ചയാളുടെ കണ്ണ് കാണാതായെന്ന് കുടുംബം ആരോപിക്കുകയാണ്. എലി കരണ്ടെന്ന് ആശുപത്രി അധികൃതർ വാദിക്കുകയും ചെയ്തു. പട്നയിലെ നളന്ദ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ശനിയാഴ്ച സംഭവത്തിനാസ്പദമായ കാര്യം നടക്കുന്നത്. ഫന്തൂഷ് എന്നയാളുടെ കുടുംബമാണ് മൃതദേഹത്തിൽ നിന്നും കണ്ണ് കാണാനില്ല എന്ന പരാതിയായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ആശുപത്രി അധികൃതർ അവയവം അനുവാദം കൂടാതെ നീക്കിയെന്ന വീട്ടുകാരുടെ ആരോപണത്തിന് പിന്നാലെ മൃതദേഹത്തിൽ നിന്നും കണ്ണ് എലി കരണ്ടതാവാം എന്ന നിലപാടാണ് ആശുപത്രി അധികൃതർ സ്വീകരിച്ചിരിക്കുന്നത്. നവംബർ 14-ന് അജ്ഞാതരുടെ വെടിയേറ്റാണ് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നവംബർ 15-ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയ യുവാവിനെ ICUയിലേക്ക് മാറ്റുകയും ചെയ്തു. എന്നാൽ വെള്ളിയാഴ്ച രാത്രി ഇയാൾ മരിക്കുകയായിരുന്നു. രാത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്താൻ കഴിയാതിരുന്നതിനാൽ മൃതദേഹം രാത്രിയിൽ ICUയിൽ ബെഡിൽ തന്നെ സൂക്ഷിക്കുകയായിരുന്നു. എന്നാൽ ശനിയാഴ്ച നോക്കുമ്പോൾ രാവിലെ യുവാവിന്റെ ഇടത് കണ്ണ് കാണാനില്ലെന്ന് കുടുംബം ആരോപിച്ചു. യുവാവിനെ കിടത്തിയ കട്ടിലിന് സമീപത്തായി സർജിക്കൽ ബ്ലേഡ് കണ്ടെത്തിയതിനെ തുടർന്നാണ് ബന്ധുക്കൾ പരാതി നൽകുന്നത്. സംഭവത്തിൽ 4 അംഗ സംഘം അന്വേഷണം നടത്തുമെന്നും ആശുപത്രി സൂപ്രണ്ടന്റ് ഡോക്ടർ വിനോദ് കുമാർ വിശദമാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും സൂപ്രണ്ട് വിശദമാക്കി. മൃതദേഹത്തിൽ നിന്നും കണ്ണ് ആരെങ്കിലും നീക്കിയതാണോ എന്നും എലി കരണ്ടതാണോ എന്നും സംഘം പരിശോധിക്കുമെന്നും ആശുപത്രി സൂപ്രണ്ടന്റ് വിശദമാക്കി. സംഭവത്തിൽ ആശുപത്രിയിലെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. എന്നാലും ഒരു മൃതദേഹത്തിൽ നിന്നും കണ്ണ് എലി കരണ്ടു എന്ന് പറയുന്നത് അത്രത്തോളം വിശ്വസനീയമായ കാര്യമല്ല. അതിനാൽ തന്നെ പോലീസിൽ നിന്നും ശക്തമായ അന്വേഷണം ഈ കേസിൽ ആവശ്യമാണ്.